ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നോക്കാം. അതിൽ ആദ്യം ഒരു തമിഴ് ലിറിക്സ് തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. അത് കൊനേറി വാഴും കുറുകെ പിറപ്പോനെ തിരുവെങ്കടച്ചുനയിൽ മീനായി പിറക്കും വെങ്കേടത്ത് ചെമ്പകമായി നീർക്കും വെങ്കടമലൈമേൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്നും. ആരാണ് എഴുതിയത്? കുലശേഖര ആഴ്വാർ പെരുമാൾ തിരുമൊഴി. നോക്കാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, തിരുവെങ്കടമലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ എബോവ് വേഴ്സ് ഈസ് ഫ്രം പെരുമാൾ തിരുമൊഴി റിട്ടൺ ബൈ കുലശേഖര ആഴ്വാർ, a Bhakta poet who lived in Kerala in 19th century. What is the theme behind this line? എന്താണ് 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണിത്. എന്താണ് ഈ തീമിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താണ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺ ലൈഫ് ടു ഗോഡ്. The ideas and activities that arise out of the bhakti are known as bhakti moments. എന്താണ് 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച വരിയാണിത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ്? ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം അർപ്പിക്കുകയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദ caste system that prevailed in medieval India perpetuated discriminations among the people. എന്താണ്? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. നോക്കാം, അടുത്ത പേജ് നോക്കാം. ദ സോഷ്യൽ ഗ്രൂപ്പ് സബ്ജക്റ്റഡ് ടു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വെർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്സ്. എന്താണ് എല്ലാവരും ജനങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ക്രമേണ വന്നു തുടങ്ങി. എന്നിട്ട് എന്താ പറയുന്നത് നോക്കാം. Gradually at the different times of there occurred the synthesis of the various visions and practice in India. In this chapter we shall discuss two important cultural movements that spread across India during the medieval period, that is Bhakti Sufi movements. എന്താണ്? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലാകെ വ്യാപിച്ച രണ്ട് പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി സൂഫി പ്രസ്ഥാനം. ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇനി ഭക്തി മൂവ്മെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. എന്താണ്? ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനമാണ്. നോക്കാം. ഭക്ത പോയറ്റ് ഹു ലീവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ് ഹൈമൻസ് ആൻഡ് ഡിവോഷൻ സോങ്സ് ആൻഡ് എക്സ്പ്രസ്ഡ് അൺവെയറിംഗ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡയറ്റി. These bhakti poets were devoted of Vishnu known as Alvas and devotees of Shiva known as Nayanas. എന്താണ്? ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്നത് ശിവഭക്തരുമാണ് എന്നാണ് പറയുന്നത്. പിന്നെ let us see the characteristics of movement that existed between 17th and 12th century. എന്താണ്? ഈ CE 7 മുതൽ 12ാം നൂറ്റാണ്ടിനിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നോക്കാനാണ് പറയുന്നത്. നോക്കാം എന്തൊക്കെ സവിശേഷതകളാണെന്ന്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം തന്നിരുന്നു. പിന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം തന്നിരുന്നു. പിന്നെ ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലീവ്ഡ് ഡയറ്റി. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന ഉണ്ടായിരുന്നു. പിന്നെ കമ്പോസിഷൻസ് ആൻഡ് സിംഗിങ് ഓഫ് ദ ഡിവോഷൻ സോങ്സ് ഇൻ വെർണാങ്കുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷയിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. The Bhakti movements emerged as a popular movements in Tamil Nadu. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. പിന്നെ ആഴ്വാസ് ആൻഡ് നായനാസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാങ്കുലർ ലാംഗ്വേജ്.
vernacular language which helped in spreading the devotions among the people. The compositions of Bhakti poet had great impact in the common people when evil practice and inequality were dominant. The meaningless customary practice that prevailed the story were questions irrespective of caste. All sections of the societies were attracted to Bhakti movements. The writing of Alvar and Nayanas popularized Hinduism. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ജനകീയമായ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. പിന്നെ ആഴ്വാന്മാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തി ഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. പിന്നെന്താണ്, ആചാരങ്ങളും അസമത്വങ്ങളും ശക്തമായി ഇരുന്ന ആ കാലത്ത് ഭക്തി കവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. പിന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. പിന്നെ എന്തൊക്കെയാണ്, ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി. പിന്നെ ആഴ്വാന്മാരുടെയും നായനാന്മാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്തത് അതൊരു മനുസ്ക്രിപ്റ്റിലുള്ള ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു ഇതാണ്. ചിത്രത്തിൽ നോക്കൂ, കണ്ടോ, തമിഴ്നാട്ടിലെ ഒരു കയ്യെഴുത്ത് കണ്ടോ, കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കയ്യെഴുത്ത് നോക്കാം. ഇനി ദ റൈറ്റിംഗ് ഓഫ് ദ ആഴ്വാർ കം ടു ബി ആസ് 4000 ദിവ്യ പ്രബന്ധംസ് വൈൽ ദ റൈറ്റിംഗ് ഓഫ് ദി നയനാസ് വേർ ടൈറ്റിൽഡ് തിരുമുറൈ. Many temples were also built during this period. ഓക്കെ, എന്താ പറയുന്നത്, ആഴ്വാന്മാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ എന്താണ്, തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. അത് വരയ്ക്കാം. ഓക്കെ, ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, ഇനി പ്രോമിനൻറ്റ് പോയിന്റ് ഓഫ് ദി ഭക്തി മൊമെൻറ്റ്സ് എന്താണ്, ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ഒക്കെ നോക്കാം നമുക്ക്. ഡിവോട്ടി ഓഫ് വിഷ്ണു ആഴ്വാസ് ആരൊക്കെയാണ്, കുലശേഖര ആഴ്വാർ, പെരിയ ആഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഓക്കെ, ഇനി അടുത്ത ഡിവോട്ടീസ് ഓഫ് ശിവാസ് നായനാസ് ആരൊക്കെയാണ് നോക്കാം. കാരക്കൽ അമ്മയാർ, അപ്പർ സംബന്ധർ, സുന്ദരർ, പിന്നെ മാണിക്യവാസങ്കർ. ഓക്കെ, ഇനി അടുത്തത് മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ച് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൊമെൻറ്റ്സ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. എന്താണ്, ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, ദ റൈറ്റിംഗ് ഓഫ് ആഴ്വാസ് ആൻഡ് നയനാസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുസം. പിന്നെ എന്തെഴുതാം, the meaningless of customary practice that prevailed in the society there questioned. പിന്നെ എന്താ, irrespective of caste all sections of the societies were attracted to Bhakti movements എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓരോ പോയിന്റ് ആയിട്ട് എഴുതണം. ഓക്കെ, Bhakti movements gradually started spreading on the different parts of India. Let us get to know the propagators of the Bhakti movements in different regions. എന്താണ്, ഭക്തി പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വിവിധ പ്രദേശങ്ങളിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെ നമുക്ക് ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ബസവണ്ണയെ കുറിച്ച് പറയാം. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.